HTML ലിസ്റ്റ് എന്നുള്ള ടോപ്പിക്കിന്റെ സെക്കൻഡ് പാർട്ടാണിത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് എന്താണ്, അൺഓർഡേർഡ് ലിസ്റ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഓർഡേർഡ് ലിസ്റ്റിൽ OL എന്നുള്ള ടാഗാണ് യൂസ് ചെയ്യുന്നത്, അൺഓർഡേർഡ് ലിസ്റ്റിൽ UL എന്നുള്ള ടാഗാണ് യൂസ് ചെയ്യുന്നത്. ഐറ്റത്തിന് ലിസ്റ്റ് ചെയ്യാനായിട്ട് LI എന്നുള്ള ടാഗ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡെഫിനിഷൻ ലിസ്റ്റ് എന്താണ്, നെസ്റ്റഡ് ലിസ്റ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരിക്കും, അതിന്റെ കൂടെ തന്നെ എന്താണ് അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഡെഫിനിഷനും കൂടി ഉണ്ടായിരിക്കും. നമ്മളൊരു ഡിക്ഷണറി അല്ലെങ്കിൽ ഒരു എൻസൈക്ലോപീഡിയയിൽ എങ്ങനെയാണോ എൻട്രീസ് ലിസ്റ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ലിസ്റ്റ് ചെയ്യുന്നതാണ് ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ HTML എന്ന് എഴുതിയിട്ടുണ്ട്. HTML ഇത് നമ്മുടെ ടേം ആണ്. പിന്നെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദിസ് സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ HTTP എഴുതിയിട്ടുണ്ട്. അതിന് കൂടെ തന്നെ ദിസ് സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ ഒരു ടേമും ഉണ്ടാവും, അതിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷനും ചേർത്ത് വരുന്നതിനെയാണ് നമ്മൾ ഡെഫിനിഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് 3 ടാഗ്സ് ആണ്. ഈ DL ടാഗ് എന്ന് പറയുന്നത് ഈ ഡെഫിനിഷൻ ലിസ്റ്റിന്റെ സ്റ്റാർട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, DL എന്നുള്ള ടാഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ DL ടാഗ് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു സാധാരണ എഴുതുന്ന ഒരു OL ടാഗ് പോലെ തന്നെ DL ടാഗ് എഴുതുന്നു. DL ടാഗ് എഴുതിയിട്ട് എന്ത് ചെയ്യും, അത് തിരിച്ച് നമ്മൾ ക്ലോസ് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്റ്റാർട്ട് കാണിക്കാനായിട്ട് നമ്മൾ ഡെഫിനിഷൻ ലിസ്റ്റിന് DL എന്ന് കൊടുക്കും. നമ്മൾ പഠിച്ചായിരുന്നു ഓർഡേർഡ് ലിസ്റ്റിന് OL, അൺഓർഡേർഡ് ലിസ്റ്റിന് UL എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് എടുത്താൽ മതി. ഡെഫിനിഷൻ ലിസ്റ്റ് ആണെങ്കിൽ Dയും പിന്നെ Lഉം, അങ്ങനെയാകുമ്പോൾ ഡെഫിനിഷൻ ലിസ്റ്റ് കിട്ടും. ഓക്കെ, ഇനി അത് ക്ലോസ് ചെയ്യാൻ വേണം. അത് നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ട് D എന്നുള്ള ടാഗ് ക്ലോസ് ചെയ്യുക, സ്ലാഷ് ഇട്ട് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു സാധാരണ ഓർഡേർഡ് ലിസ്റ്റ് അല്ലെങ്കിൽ അൺഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ എന്താണ് LI എന്നുള്ള ടാഗ് ഉപയോഗിച്ച് ലിസ്റ്റ് ചെയ്താൽ മതിയായിരിക്കും. പക്ഷെ ഇവിടെ അത് പറ്റത്തില്ല. കാരണം എന്താണ്, ഒരു ടേമും വേണം, പിന്നെ അതിന്റെ ഒരു ഡെഫിനിഷനും കൂടി ചേർത്ത് നമുക്ക് വേണം. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ടേമിനെ കാണിക്കാനായിട്ട് ആ ടേം എന്ത് ടാഗിൽ കൊടുക്കുക, DT എന്നുള്ള ടാഗിൽ കൊടുക്കുക. അതിന്റെ ഡെഫിനിഷൻ എന്ത് ടാഗിൽ കൊടുക്കുക, DD എന്നുള്ള ടാഗിൽ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത് ഒരു ഡാറ്റ ടേം അല്ലെങ്കിൽ ഡെഫിനിഷൻ ടേം, ഡെഫിനിഷൻ ഡിസ്ക്രിപ്ഷൻ, ആ രീതിയിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഓർത്താലും മതിയായിരിക്കും. അപ്പൊ ടേം ആണെങ്കിൽ DT, ഡെഫിനിഷൻ ആണെങ്കിൽ DD. അപ്പൊ 2 ടാഗ്സ് വേണം അല്ലെ. മറ്റത്തിൽ ഐറ്റം ചുമ്മാ ലിസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ, ഇവിടെ ഐറ്റവും വേണം അതിന്റെ ഡിസ്ക്രിപ്ഷനും വേണം, അല്ലെങ്കിൽ ഒരു നെയിം വാല്യൂ പെയർ എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മുടെ ടേമിനെ കാണിക്കാനായിട്ട് നമ്മൾ DT എന്ന് കൊടുക്കുന്നു, അതിന്റെ ഡെഫിനിഷൻ കാണിക്കാനായിട്ട് DD എന്നുള്ള ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ HTML HTTP എന്ന് പറഞ്ഞുകൊണ്ടുള്ളത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് നമ്മുടെ നോട്ട് പാഡിൽ നമ്മൾ സാധാരണ ചെയ്യുമല്ലോ, അങ്ങനെ തന്നെ ചെയ്ത് നമുക്ക് നോക്കാം. നമുക്ക് അതിന്റെ കോഡ് എഴുതാം. ആദ്യം HTML എന്നുള്ള ടാഗ് ഓപ്പൺ ചെയ്യുക, ദെൻ HTML എന്നുള്ള ടാഗ് ക്ലോസ് ചെയ്യുക. ആദ്യമേ തന്നെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കുക, അപ്പൊ നമുക്ക് തെറ്റിപ്പോകത്തില്ല. അടുത്തത് നമ്മൾ ഏതാണ് എഴുതുന്നത്, ഹെഡ് ടാഗാണ്. ഹെഡ് ടാഗിന്റെ അകത്ത് നമ്മൾ എന്ത് എഴുതും, ടൈറ്റിൽ ടാഗ് എഴുതും. ടൈറ്റിൽ ഞാനിവിടെ ടൈറ്റിൽ ആയിട്ട് കൊടുക്കുന്നത് ഡെഫിനിഷൻ ലിസ്റ്റ് എന്നാണ്, ലിസ്റ്റ് എന്ന് കൊടുക്കുവാണ്. ദെൻ ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി ഇത് ഹെഡ് കഴിഞ്ഞു. അടുത്ത നമ്മൾ തുടങ്ങാൻ പോകുന്നത് ബോഡി എന്നുള്ള പാർട്ടാണ്. നമ്മൾ ബോഡി പാർട്ട് ഓപ്പൺ ചെയ്തു. നമുക്കറിയാം നമ്മുടെ വെബ് പേജിൽ എന്ത് ഡിസ്പ്ലേ ചെയ്ത് കിട്ടണമെങ്കിലും നമ്മൾ ഏത് ടാഗിന്റെ ഉള്ളിൽ കൊടുക്കണം, ബോഡി എന്നുള്ള ടാഗിന്റെ ഉള്ളിൽ വേണം കൊടുക്കാനായിട്ട്. ഇവിടെ നമ്മുടെ ഉദ്ദേശം ഇപ്പൊ എന്താണ്, ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഏത് ലിസ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, ഡെഫിനിഷൻ ലിസ്റ്റ് ആണ്. അപ്പൊ ഡെഫിനിഷൻ ലിസ്റ്റ് ആയതുകൊണ്ട് Dയും Lഉം കൊടുക്കുക. ഡെഫിനിഷൻ ലിസ്റ്റിന്റെ ആദ്യത്തെ 2 ലെറ്റേഴ്സ് എടുത്താൽ മതിയായിരിക്കും, Dയും Lഉം കിട്ടി. ഇനി നമ്മുടെ ലിസ്റ്റ് ഐറ്റംസ് മുഴുവൻ എവിടെ തന്നെ വേണം, ഡെഫിനിഷൻ ലിസ്റ്റിന്റെ ഉള്ളിൽ തന്നെ വേണം. അപ്പൊ നമ്മൾ അതിനെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇനി അതിന്റെ അകത്ത് നമ്മൾ എന്ത് എഴുതണം, നമ്മുടെ ടേംസ് എഴുതണം അല്ലെ. ടേംസ് എഴുതാനായിട്ട് നമ്മൾ എന്ത് കൊടുക്കും, DT എന്നുള്ള ടാഗാണ് ഡെഫിനിഷൻ ലിസ്റ്റിൽ ടേം. Dയും Tയും ഓർത്താൽ മതിയായിരിക്കും. ടേം ഉണ്ട്, ടേം ആയിട്ട് ഞാനിവിടെ കൊടുക്കുന്നത് HTML എന്നാണ്. ദെൻ ഡെഫിനിഷൻ ലിസ്റ്റിന്റെ DT ക്ലോസ് ചെയ്യാം. അടുത്തത് ഈ ടേമിന്റെ ഡെഫിനിഷൻ വേണം. അപ്പൊ DD ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ വേണം. അപ്പം DD എന്ന് ഓർത്താൽ മതിയായിരിക്കും. ആദ്യത്തെ DT, T എന്നുള്ളത് ടേം ആയിട്ട് ഓർക്കുക. DD എന്നുള്ളതിൽ D എന്താ ഓർക്കുക, ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് ഓർക്കുക. ഞാൻ ഇവിടെ കൊടുക്കുകയാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്.
മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് കൊടുത്തു. ദെൻ DD. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. തൽക്കാലത്തേക്ക് ഞാൻ ഒരു ഐറ്റം മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയലാണ്, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് സേവ് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾ ആദ്യമായിട്ട് സേവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഡെഫിനിഷൻ ലിസ്റ്റ് .html ഫയൽ നെയിമിന്റെ കൂടെ എന്ത് എക്സ്റ്റൻഷനും കൂടെ കൊടുക്കുക, HTML എന്നുള്ള എക്സ്റ്റൻഷനും കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് ഈ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഡെഫിനിഷൻ ലിസ്റ്റ് നമ്മൾ ഫയൽ എവിടെയാണോ സേവ് ചെയ്തിരിക്കുന്നത് ആ ലൊക്കേഷനിൽ പോവുക, എന്നിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു വിൻഡോ കിട്ടും. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ അത് ഒരു ടേമും കൂടി നമുക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടേമും കൂടി നമുക്ക് ആഡ് ചെയ്യാം. HTML എന്നുള്ള ടേം ആണെങ്കിൽ DT, രണ്ടാമത്തെ ടേം HTTP എന്നാണ് രണ്ടാമത്തെ ടേം എങ്കിൽ HTTP എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ ഡെഫിനിഷൻ കൊടുക്കുക. ഡെഫിനിഷൻ എപ്പോഴും എന്താണ്, DD-യിലാണ്. ഇവിടെ എന്താണ്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ DD. ഓക്കെ, ക്ലോസ് ചെയ്യും. നമ്മൾ 2 ടേം കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ അതിന്റെ ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ എത്ര ടേം വേണമെങ്കിലും നമുക്ക് എഴുതാം, കുഴപ്പമില്ല. ഓക്കെ, സേവ് ചെയ്തില്ല. നമ്മൾ എന്ത് ചേഞ്ചസ് വരുത്തിയാലും അപ്പൊ തന്നെ എന്ത് ചെയ്യുക, സേവ് ചെയ്യാം. അപ്പൊ ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന വിൻഡോ ആണ്. ആ വിൻഡോയിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ പേജിനെ ഒന്ന് റീലോഡ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഞാൻ പേജിനെ റീലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 ടേംസ് കിട്ടും. ഈ രീതിയിൽ എത്ര ടേംസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാനിത് കുറച്ച് സൂം ചെയ്തിട്ടിരിക്കുകയാണ്, 300% സൂം ചെയ്തിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത്രയും സൈസ് ഒന്നും കിട്ടത്തില്ല. ശരിക്കും അതിന്റെ ഒറിജിനൽ സൈസ് എന്ന് പറയുന്നത് ഇത്രയായിരിക്കും. ഓക്കെ, ഒറിജിനൽ സൈസ് ഇത്ര ആയിരിക്കും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സൂം ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും സൈസിൽ കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങൾക്ക് ഫോണ്ട് സൈസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഫോണ്ട് ടാഗ് ഉപയോഗിച്ച് സൈസ് കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ബോൾഡ് എന്നുള്ള ടാഗ് ഉപയോഗിച്ചിട്ട് B എന്നുള്ള ടാഗിൽ ബോൾഡ് ആക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ടേംസ് ഡെഫിനിഷൻ ലിസ്റ്റിൽ ടേമും അതിന്റെ ഡിസ്ക്രിപ്ഷനും ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒറ്റ കാര്യം ഓർത്താൽ മതി, ടേംസ് മുഴുവൻ എവിടെയായിരിക്കണം, D എന്നുള്ള ടാഗിലായിരിക്കണം. ഒരു ടേമിന്റെ കൂടെ തന്നെ എന്തുണ്ടാവും, അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഡെഫിനിഷനും ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് ഡെഫിനിഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് നെസ്റ്റഡ് ലിസ്റ്റ് എന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം, അടുത്തൊരു പാർട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഇതിന്റെ കൂടെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. വീഡിയോയുടെ ലെങ്ത്തും അതുപോലെ തന്നെ കൂടി പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അടുത്ത പാർട്ടിൽ നെസ്റ്റഡ് ലിസ്റ്റ് എന്താണെന്നുള്ളത് പഠിക്കാം. ഓക്കെ.